ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നത് വിചാരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമേ. ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ ടവലൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് ക്ലീൻ ആവത്തില്ല, എപ്പോഴും ഒരു അഴുക്ക് പിടിച്ച പോലെ ഇരിക്കും. അത് നമ്മൾ സാധാരണ ഒരു ഡിറ്റർജൻറ്റിലൊക്കെ നമ്മളത് നനച്ച് വെച്ചിട്ട് കഴുകിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് നമുക്കിത് ഒരു ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും ഇല്ലാതെ ഇതിൻ്റെ അണുക്കളും അഴുക്കളൊക്കെ പോയിട്ട് വളരെ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലോറിനോ അല്ലെങ്കിൽ ബ്ലീച്ചോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിലുള്ള 1-2 സാധനങ്ങൾ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് നാരങ്ങ, അതായത് ഒരു നാരങ്ങയുടെ ഒരു ഹാഫാണ് ഞാൻ ഇത്ര വെള്ളത്തിലേക്ക് എടുക്കുന്നത്. എനിക്കൊരു 3-4 ടവലാണ്, കിച്ചൺ ടവലാണ് ഉള്ളത് കേട്ടോ. നിങ്ങളിൽ എത്രത്തോളം ഉണ്ടോ അത്ര അനുസരിച്ചിട്ട് ഒരു നാരങ്ങയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹാഫാണ്, ഒരു അരമുറിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു മുറി, അതായത് ഒരു ലെമൻ്റെ പകുതി അതൊന്ന് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൻ്റെ തോടുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ബ്ലീച്ച് പോലെ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒന്നാണല്ലേ ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബേക്കിംഗ് സോഡയുടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണല്ലേ വിനീഗർ. ഈ വിനീഗറും ബേക്കിംഗ് സോഡയും കൂടി ചേരുമ്പോഴാണ് ഇത് നല്ലൊരു ബ്ലീച്ചായിട്ട് നമുക്ക് ആ ഒരു പ്രവർത്തനം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടിയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ എൻ്റെ സോപ്പ് പൊടി, അതായത് ഡിറ്റർജൻറ്റ് പൗഡർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കൊരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അഴുക്ക് പിടിച്ചിട്ടുള്ള ഇപ്പോൾ കണ്ടോ ഓയിലിൻ്റെ സ്റ്റെയിനും അഴുക്കും ഒക്കെ പിടിച്ചിട്ടുള്ള ടവലൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കൊരു 3-4 ടവലാണ് ഉള്ളത്. നിങ്ങളുടെ എത്ര എണ്ണം ഉണ്ടോ അത്രയും വെള്ളവും അതേപോലെ ഐറ്റംസും കൂടി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് മുക്കി വയ്ക്കുമ്പോൾ ഒന്നാമത് നമുക്കിതിലെ അഴുക്കുകൾ പോയി കിട്ടും. അത് മാത്രമല്ല കേട്ടോ, ഇതിലെ അണുക്കളൊക്കെ, അതായത് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അറിയാമല്ലോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഒരു ടവലിലൊക്കെ ഒരുപാട് അഴുക്കുകളും അണുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലാതാവുന്നതിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 4 ടവലാണ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് നന്നായിട്ട് ബോയിലാവണം, ഒരു 3-4 മിനിറ്റ് ഇട്ട് നല്ലോണം തിളപ്പിക്കണേ. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൽ നിന്നിട്ട് ആ സ്റ്റെയിനൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓയിലിൻ്റെതും അതുപോലെ മഞ്ഞയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ പെട്ടെന്ന് ഇതിലൊക്കെ പിടിക്കുമല്ലോ, അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ അഴുക്ക് ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചപ്പോൾ തന്നെ ഇത്രയും അഴുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം ഈ വെള്ളത്തിൻ്റെ ചൂടാറുന്നത് വരെ കേട്ടോ, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അത്രയും നേരം ഇതിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ വെച്ചൊന്ന് തിരുമ്മി എടുത്താൽ മതിയാവും. അപ്പം ഞാനിത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചത് രാത്രിയാണ് കേട്ടോ. ഞാൻ രാവിലെ ഇത് എടുക്കുമ്പോഴേക്കും കണ്ടോ ഇതിൽ അഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒന്ന് ബോയിൽ ചെയ്യുക മാത്രമാണ് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ തന്നെ ആ ഒരു ടവലിൻ്റെ കളറൊക്കെ ഒരു പുതിയതുപോലെ വന്നിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരച്ച് കഴുകിയതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് നമ്മൾ പുതിയത് വാങ്ങിച്ച പോലെ ആവും കേട്ടോ. അത്ര നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഇത്രയും ക്ലീനായി കിട്ടി എന്നുള്ളത്. അപ്പോഴായിരിക്കും നമ്മൾ പോലും അറിയുന്നത് ഇതിനകത്ത് ഇത്രയും അഴുക്കുണ്ടെന്ന്. സാധാരണ നമ്മൾ അഴുക്ക് പിടിക്കുന്നത് പോലെയല്ല കേട്ടോ. നമ്മുടെ ഈ ഓയിലിൻ്റെ ആ ഒരു ഓയിൽ സ്റ്റെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ നമ്മൾ എത്ര സോപ്പിട്ടാലും അതിങ്ങനെ പെട്ടെന്ന് ഇളകി വരികയൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ബേക്കിംഗ് സോഡയും അതേപോലെ ലെമനൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ കഴുകുന്നതെങ്കിൽ പെട്ടെന്ന് ഇതിൽ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് കൈവച്ച് തന്നെ ഇന്ന് ഉരച്ച് കഴുകുകയാണ് കേട്ടോ. അതിനുശേഷം നല്ല വെയിലുള്ള സ്ഥലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പഴയതുപോലെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു 3-4 ടവൽ, കിച്ചൺ ടവൽ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്താൽ മതിയാവും. അത് നമ്മൾ രാത്രി എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഇപ്പം ഞാനൊരു 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷമുള്ള ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ. അവസ്ഥ മീൻസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഇതൊന്ന് മടക്കി പിന്നെ നമ്മളിതൊരു ബാസ്ക്കറ്റിനകത്തൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ കിച്ചണിലുള്ള 1-2 ഐറ്റംസ് മാത്രം മതി അല്ലേ.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നാരങ്ങയും അതേപോലെ തന്നെ വിനീഗറൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീനായി കിട്ടുമെങ്കിൽ പിന്നെ നമുക്ക് ബ്ലീച്ചോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് കിച്ചൺ ടവൽ മാത്രമല്ല കേട്ടോ, നമ്മൾ യൂസ് ചെയ്യുന്ന തോർത്തൊക്കെ ഉണ്ടാവില്ലേ, തോർത്ത്, അത് നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന ടവൽ, ഇതൊക്കെ നമുക്ക് ഇതേപോലെ, അതിൽ നല്ല ഓയിൽ സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കിച്ചൺ ടവൽ മാത്രം ഇട്ടല്ലേ, അതായത് അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ബാത്ത് ടവലൊന്നും നനച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അത് നല്ല വൈറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ടിപ്പാണ്. നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.